കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമുക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാലോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ പോയി കളഞ്ഞല്ലോ. എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ? പറയാം. മോളെ വസു, വസു, പറയച്ചാ. ഉണ്ണി ഇന്ന് നിന്നെ ഒരുപാട് ശല്യപ്പെടുത്തി. നിന്റെ പ്രശ്നത്തിനൊരു പോംവഴി എന്റെ കയ്യിലുണ്ട് മോളെ. ചെറുക്കന്റെ ഫോട്ടോ കണ്ടിട്ട് നിന്റെ തീരുമാനം നാളെ തന്നെ നീ ഞങ്ങളോട് പറയണം. പരവശമാണെങ്കിലും കൃഷ്ണ പരവശമാണെങ്കിലും വ്രണിതമെന്നാത്മാവിലെ പ്രാർത്ഥന ഇനിയും നീ കേൾക്കൂ കണ്ണാ. യദുകുലമുരളി ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധു കൃഷ്ണ. യദുകുലമുരളി ഹൃദയമായി ഞാൻ പാടാം കാരുണ്യ സിന്ധു കൃഷ്ണ. യദുകുലമുരളി. ഡിയർ ഡാഡി, ഐ മിസ് യു. ഡാഡി എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്. നാളെ വരുമല്ലോ അല്ലേ? യുവേഴ്സ് ലവിംഗ്ലി, ഉണ്ണി.
ഇന്ന് അവൻ ബോൾ വേണമെന്ന് ലെറ്റർ എഴുതി, നീ വാങ്ങിക്കൊടുത്തു. നാളെ അവനെ അച്ഛനെ കാണണമെന്ന് ലെറ്റർ എഴുതും, അപ്പൊ നീ കാണിച്ചു കൊടുക്കോ? ഡാഡി ഇപ്പൊ എവിടെ ആയിരിക്കും അമ്മ ഉള്ളത്? കാണാൻ എങ്ങനെയായിരിക്കും? ഞാൻ ഒരു തവണ പോലും ഡാഡിയെ കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ നീ ചോദിച്ചതെല്ലാം ഞാൻ വാങ്ങിച്ചു തന്നു ഉണ്ണി. പക്ഷെ ഇന്ന് നീ ചോദിച്ചത് എനിക്ക് തരാൻ പറ്റുമോ? ഭഗവാനെ, എന്തിനാ നീ എന്നെ ഇങ്ങനെ കരയിക്കുന്നേ? എനിക്കതിനുള്ള ശക്തിയില്ല. എന്റെ കണ്ണുനീരൊക്കെ തീർന്നു പോയി. കല്യാണം കഴിക്കാൻ പറഞ്ഞ അമ്മ നിർബന്ധിക്കുന്നു. പയ്യന്റെ ഫോട്ടോ കാണിച്ച് തീരുമാനം എടുക്കാൻ അച്ഛൻ പറയുന്നു. ഡാഡിയെ കാണുമെന്ന് ഉണ്ണി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവരെല്ലാരും കൂടെ ചേർന്ന് എന്നെ ഒറ്റയ്ക്കാക്കുവാണല്ലോ ഭഗവാനെ. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? കല്യാണത്തിന് മുൻപേ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാട് കല്യാണത്തിന് ശേഷം ഞാൻ ദേ ഇവിടെ അനുഭവിക്കുക. ഞാൻ ആഗ്രഹിക്കാത്തത്, എനിക്ക് ആവശ്യമില്ലാത്തത്, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? എല്ലാം മറന്നിട്ട് വേറൊരാളുടെ കൂടെ എങ്ങനെയാ എനിക്ക് ജീവിക്കാൻ പറ്റുക? അതും അല്ലാതെ ഇപ്പൊ തന്നെ ഉണ്ണിക്ക് അവന്റെ ഡാഡിയുടെ ഓർമ്മ വരണം. ഇത്രയും വർഷമായിട്ടും ഉണ്ണിയെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടേ ഇല്ല. നാളെ ഞാൻ അവനോട് എന്താ പറയാ? ആദ്യമായിട്ട് എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ. നാളെ രാവിലെ എഴുന്നേക്കുന്ന ഉണ്ണിക്ക് നിരാശയായി പോവല്ലോ. ഐ എം സോറി ഉണ്ണി, ഐ എം റിയലി സോറി. എന്താ ഏട്ടായി ചെയ്യാൻ പോകുന്നേ? നീ ആഗ്രഹിച്ചത് തന്നെ, വസുവിന്റെ വിവാഹം. വസുവിന് ഭർത്താവിനെ കിട്ടും, ശരിയാ. പക്ഷെ ഉണ്ണിക്ക് അച്ഛനോ? പറയുന്നേ, ഞാൻ ആഗ്രഹിച്ചത് വസുവിന് ഭർത്താവിനെയും ഉണ്ണിക്ക് ഒരു അച്ഛനെയും കിട്ടണമെന്നാ. വസുവിനെ കുറിച്ച് ചേട്ടൻ ആലോചിച്ചു, പക്ഷെ ഉണ്ണിയെ കുറിച്ച് എന്താ ചിന്തിക്കാത്തെ? ഇത്രയും നല്ലൊരു ആലോചന വിട്ടുകളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല സുശീല. വസുവിന് അഭിറാം തന്നെയാ ചേരുന്നത്. ഞാൻ ഏട്ടനോട് ഉണ്ണിയുടെ കാര്യാ ചോദിക്കുന്നേ. അവനെ ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എന്താ ചെയ്യാൻ പോന്നെന്ന് പറയേ. എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആദ്യം ഈ വിവാഹം നടക്കട്ടെ. വിവാഹം കഴിക്കാൻ പോലും വസു ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഉണ്ണിയെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നറിഞ്ഞ അവൾ ഒട്ടും സമ്മതിക്കില്ല. പിന്നെ അവസാന നിമിഷം നമ്മൾ എന്ത് ചെയ്യാനാ? നിനക്കെന്നെ വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ഞാൻ നോക്കിക്കോളാം. അതല്ല ഏട്ടാ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ചെയ്യാനുള്ള പുറപ്പാടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരോട് ചോദിച്ചിട്ട് എങ്ങനെ ഒരു തീരുമാനമെടുത്തത് ജയന്തി? എന്താ എന്റെ തീരുമാനത്തിൽ എന്താ ഒരു തെറ്റ്? തെറ്റെന്താണെന്നോ? അമ്മയെയും കുഞ്ഞിനെയും വേർപിരിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ നിനക്ക്? ഇക്കാര്യം അവരോട് പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? പറയുന്നതിന് മുമ്പ് നീ ആലോചിച്ചില്ലേ? എന്റെ മോനെക്കുറിച്ചും എന്റെ പേരക്കുട്ടികളെ കുറിച്ചും മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഇതിന്റെ പേരാണ് സ്വാർത്ഥത. ഇത് ഞാൻ എന്റെ കുടുംബത്തിന്റെ സന്തോഷം എന്ന് പറയും. ഒരാളെ വേദനിപ്പിക്കുന്നത് എങ്ങനെ സന്തോഷമാകും? അതൊന്നും എനിക്കറിയില്ല. ആരുടെയോ കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടുത്തെ അംഗമാക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആവോ, രാവിലെ തന്നെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അടുപ്പ് കത്തിക്കാതെ തന്നെ എന്റെ വയറ് നിറഞ്ഞു.
ഇനി എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യം വരില്ല. അല്ല പിന്നെ എനിക്ക് സന്തോഷമില്ലാതിരിക്കുമ്പോ ഇവരൊക്കെ സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കുവോ? ഞാനേ പെൺശകുനിയ, ആരെയും സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് മരുമകളെ വേണം, പക്ഷെ അവളുടെ കുഞ്ഞിന് വേണ്ട. നിന്റെ മോൻ സന്തോഷമായിട്ടിരിക്കണം, പക്ഷെ ആ കുഞ്ഞ് കഷ്ടപ്പെടണം. നിന്റെ പേരക്കുട്ടികൾ നിന്റെ മോന്റെ കൂടെ തന്നെ ഉണ്ടാവണം, പക്ഷെ ആ കുഞ്ഞ് അവളുടെ അടുത്തുണ്ടാകരുത്. ഇത് എവിടുത്തെ ന്യായം? മോളെ ഭാവനെ, നീ അമ്മയുടെ കൂടെ നിന്നിട്ട് ഇതൊക്കെയാണോ പറഞ്ഞു കൊടുത്തേ? നീയും 2 കുട്ടികളുടെ അമ്മയല്ലേ? കുട്ടികൾ അകന്നു പോയാൽ ഉണ്ടാവുന്ന വേദന എന്താണെന്ന് നിനക്കറിയില്ലേ? അമ്മയ്ക്ക് മരുമോളെ മാത്രമേ ഉപദേശിക്കാവുന്നുണ്ടോ? മരുമോൾക്ക് അമ്മയെ ഉപദേശിക്കാൻ പാടില്ലെന്ന് റൂൾ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും അല്ല അച്ഛാ, ഞാൻ അമ്മയോട് പറഞ്ഞതാ. നീ പറഞ്ഞിട്ട് ഇവള് കേട്ടില്ലേ? എന്റെ ഏട്ടത്തി ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. അതിനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് മരുമോളുടെ വാക്ക് എങ്ങനെ കേൾക്കും? എടാ ഭാസ്കർ, കണക്കിലെ തെറ്റുകൾ മാത്രമേ നീ കാണുന്നുള്ളൂ. വീട്ടിൽ നടക്കുന്ന തെറ്റുകളൊന്നും കാണുന്നില്ലേ? വീട്ടിലെ മൂത്ത മോനായിട്ട് നീ എന്താ ചെയ്യുന്നേ? ഇത് തെറ്റാണമ്മയെന്ന് ഈ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നിനക്കില്ലേ? ഇത് തെറ്റാണമ്മേ. ആ അമ്മയും കുഞ്ഞും എപ്പോഴും ഒരുമിച്ചാണമ്മേ ഉണ്ടാവേണ്ടത്. അവരെ വേർപിരിക്കുന്നത് പാപമാണ്. എങ്ങനെ ഇങ്ങനെ ആലോചിക്കാൻ കഴിഞ്ഞത് അമ്മയ്ക്ക്? ഈ ഐഡിയ നിന്റെ അമ്മയുടേതല്ലോ, ഞാനല്ലേ പറഞ്ഞത്. അതെ അമ്മേ, അച്ഛൻ പറഞ്ഞതാ ശരി. അമ്മയും കുഞ്ഞിനെയും വേർപിരിക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അമ്മ അവരെ ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരുത്തണം. വായടയ്ക്ക്. എല്ലാവരും എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? നീ എന്തറിഞ്ഞിട്ടാ ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയുന്നത്? നിന്റെ പ്രായത്തിന് ചേർന്നത് സംസാരിച്ചാ മതി. അവൻ സത്യം തന്നെയാ പറഞ്ഞത്. നീയാണ് നിന്റെ പ്രായം മറന്ന് സംസാരിക്കുന്നത്. കണ്ട ഭ്രാന്തൊക്കെ ആലോചിക്കുന്നു. എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. നല്ല ബോധത്തോടെ തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എന്റെ തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചേക്ക്. ആഹാ, എന്റെ കാതിൽ തേനൊഴുകുന്ന സുഖം. എന്താ, വിവാഹം വേണ്ടെന്ന് വെക്കാനോ? നിനക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുക. അഭയെ വിവാഹം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചത് നീയാ. വിവാഹത്തിന് അവരെ നിർബന്ധിച്ചത് നീയാ. അവനെ സമ്മതിപ്പിക്കാൻ എന്നെ നിർബന്ധിച്ചതും നീയാ. നമുക്ക് ചേർന്നൊരു ആലോചന വന്നപ്പോ ആ കുഞ്ഞ് നിനക്കൊരു തടസ്സമായോ? ആ ചെറിയ കുഞ്ഞു കാരണം ഈ വിവാഹം വേണ്ടെന്ന് വെക്കുവോ? ദേ നോക്ക്, ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് ഏട്ടത്തി എപ്പോഴാ ആലോചിച്ചത്? ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നത് ഞാനല്ലേ. ആ ക്രെഡിറ്റ് സത്യത്തിൽ എനിക്കാ തരേണ്ടത്. ഇല്ലെങ്കിലും സാരല്ല, ഇത് മനസ്സിലുണ്ടായാ മതി. നിങ്ങളോട് തർക്കിക്കാനുള്ള ക്ഷമയും ശക്തിയും ഒന്നും എനിക്കില്ല. ഞാൻ വീണ്ടും പറയുക, ആ പെൺകുട്ടി മാത്രം ഈ വീട്ടിലേക്ക് വന്നാ മതി. ആ കുട്ടിയെ വേണ്ട. നിർബന്ധമാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം. അവൻ ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയല്ലെങ്കിൽ അവളും വേണ്ട. അമ്മേ, തക്ക സമയത്തിനെത്തി.
എന്താണോ പറയാൻ പോകുന്നത്? ഇനി എന്റെ പ്ലാൻ മുഴുവൻ തകർക്കല്ലോ. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? അത് മോനെ അബി, അത് വേണ്ടമ്മേ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അത് അങ്ങനെയല്ല അബി. എന്റെ ഭാര്യയെ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല അമ്മേ. ഇപ്പോഴും അവൾ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ ആലോചിക്കാൻ പോലും എനിക്ക് കുറ്റബോധമുണ്ട് അമ്മേ. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു അമ്മയെ വേണമെന്ന് അമ്മയച്ഛന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു അമ്മയെ ആവശ്യമുള്ളതുപോലെ ആ കുഞ്ഞിനും അവൻ്റെ അമ്മയെ ആവശ്യമുണ്ടാവില്ല അമ്മേ. ഈ 30 വയസ്സുള്ള മകനെക്കുറിച്ച് അമ്മ ഒരുപാട് ആലോചിക്കുന്നുണ്ടല്ലോ. ഈ ലോകം എന്താണെന്ന് പോലും അറിയാത്ത ആ കൊച്ചു കുഞ്ഞിനെക്കുറിച്ച് അവൻ്റെ അമ്മയ്ക്ക് ആലോചിക്കാൻ പാടില്ലേ? പുറത്ത് നമ്മൾ നടത്തുന്ന ഓരോ ഈവന്റുകളിലും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും മഹത്വം പറഞ്ഞ് എല്ലാവരും ഇന്ന് നല്ല പേര് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്റെ കുഞ്ഞുങ്ങളെ എനിക്കെത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ ആയിരിക്കില്ല അമ്മ അവൾക്ക് അവളുടെ കുഞ്ഞു. എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന ചിന്ത പോലും എനിക്ക് സഹിക്കാനാവില്ല. അങ്ങനെയുള്ളപ്പോ അവളിൽ നിന്ന് അവളുടെ കുഞ്ഞിനെ വേർപിരിക്കാനുള്ള അമ്മയുടെ ശ്രമം എനിക്ക് സമ്മതിച്ചു തരാനാവില്ല. രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതന്നെ തെറ്റാണെന്ന് കരുതുന്നവനാണ് ഞാൻ. അതിനൊപ്പം എന്നെക്കൊണ്ട് മറ്റൊരു തെറ്റുകൂടി ചെയ്യിക്കാനുള്ള ശ്രമമാണെങ്കിൽ എനിക്ക് വിവാഹമേ വേണ്ട. ക്ഷമിക്കണം അച്ഛാ, അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ. അല്ല ഭൈ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. നീ നിന്റെ അമ്മയുടെ കണ്ണു തുറപ്പിച്ചു. കേട്ടല്ലോ അഭിയുടെ തീരുമാനം. അതെന്റെയും കൂടി തീരുമാനമാണ്. ഇത് നിനക്ക് സമ്മതമാണെങ്കിൽ ഏത് നാവ് കൊണ്ടാണോ നീ നിന്റെ കണ്ടീഷൻ പറഞ്ഞത് അതേ നാവ് കൊണ്ട് നീ അവരോട് ക്ഷമ ചോദിക്കുക. നിന്റെ മാതൃത്വം, മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുക. അമ്മയുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോയമ്മേ. എത്രയും വേഗം ആ തെറ്റ് തിരുത്താൻ നോക്കൂ. എന്നിട്ട് കണക്ക് ശരിയാക്കൂ. എനിക്ക് പ്രായം കുറവായിരിക്കും അമ്മേ, പക്ഷെ അമ്മ മുതിർന്നയാളല്ലേ. മനസ്സ് തുറന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വളരെ നല്ല ആലോചനയാണ്. മാത്രമല്ല ഇതാണ് ദൈവനിയോഗവും. കൈവിട്ടു പോയാൽ പിന്നെ കിട്ടിയെന്ന് വരില്ല. ആലോചിച്ചു നോക്കമ്മേ. എല്ലാവരും ചേർന്ന് ഏട്ടത്തിയുടെ മനസ്സ് മാറ്റുവാണല്ലോ. ഈ വിവാഹം നടക്കുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എല്ലാരും പോയി. ഏട്ടത്തിയോട് സംസാരിക്കാൻ ഇതിലും നല്ല സമയം വേറെയില്ല. അയ്യോ അയ്യോ അയ്യോ,
എന്റെ ഏട്ടത്തി ഒറ്റപ്പെടുത്തി എല്ലാരും കൂടി എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? വിഷമിച്ച് നിക്കുന്ന നോക്കിയേ. മോളെ ഭാവനെ, നിന്റെ അമ്മ ഇവരൊക്കെ ഇത്രയും പറഞ്ഞിട്ടും നീ ഒന്നും മിണ്ടാതെ നിന്നല്ലോ. നീ എന്താ മിണ്ടാഞ്ഞേ? ആ, അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ സംസാരിക്കുന്നത്? രാത്രിക്ക് രാത്രി നീ ചെന്ന് എല്ലാവരുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറഞ്ഞ് എന്റെ ചേട്ടത്തിയെ പറയിപ്പിച്ച നീയല്ലേ? ഇളയമ്മ എന്തൊക്കെയാ പറയുന്നത്? ഭാവനെ, എനിക്കൊന്നും അറിയില്ലമ്മേ. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പച്ചക്കള്ളാ. നീ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഇത്ര രാവിലെ ഏട്ടൻ വന്ന് ഈ പ്രശ്നങ്ങൾ എത്ര ഉണ്ടാക്കുവോ? ഇല്ലമ്മേ, ഈ ഇളയമ്മ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നതാ. ആ, അതെ അതെ, എനിക്ക് അതാണല്ലോ ജോലി. ആരെ കുറ്റപ്പെടുത്തണമെന്ന് നോക്കിയിരിക്കല്ലേ ഞാൻ.